വയനാട് ജില്ലയിൽ വഖഫ് ബോർഡ് 1015 കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും തങ്ങൾക്ക് ഭൂമിയുണ്ടെന്നാണ് വഖഫ് ബോർഡിന്റെ അവകാശവാദം. ഇതിനെ ശക്തമായി എതിർക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് BJP. മുനമ്പം മോഡൽ സമരമുഖം വയനാട്ടിൽ തുറക്കാനാണ് BJPയുടെ തീരുമാനം. മുനമ്പം മോഡൽ സമരമുഖത്തിന് വയനാട്ടിൽ BJP നേതൃത്വം നൽകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വ്യക്തമാക്കി. തലപ്പുഴയിൽ വഖഫ് നോട്ടീസ് ലഭിച്ച നാട്ടുകാരെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനൊപ്പം MT രമേശ് സന്ദർശിക്കുകയും ചെയ്തു. വഖഫിന്റെ നിയമവിരുദ്ധ അവകാശവാദങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് സംസ്ഥാന സർക്കാരെന്ന് MT രമേശ് ആരോപിച്ചു. ആശങ്കയിലും വലിയ ഭീതിയിലുമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ഇതുമാത്രമല്ല, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ അവകാശവാദം അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു സ്വകാര്യ ഭൂമി ഉണ്ടാകില്ല. വയനാട്ടിൽ ഏതാണ്ട് മിക്കവാറും ഭൂമിയെല്ലാം വഖഫ് ബോർഡിൻ്റെ ഭൂമിയായിട്ട് മാറും. ആളുകൾ മുഴുവൻ കൂട്ടപ്പാലായനം നടത്തേണ്ടി വരും. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടും കുടിവീഴ്ച ഇങ്ങോട്ട് പോകും. ഈ വഖഫ് ബോർഡ് ഇപ്പോൾ പറയുന്ന അവകാശവാദവും അവരുടെ വെബ്സൈറ്റിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ വലിയ കൂട്ടപ്പാലായനം നടത്തേണ്ടി വരും വയനാട് പാർലമെൻറ്റിലെയും വയനാട് ജില്ലയിലും, പ്രത്യേകിച്ചും തിരുവമ്പാടിയിലെയും ഈ വയനാട് ജില്ലയിലെയും ആളുകൾ. ഇത് അങ്ങേയറ്റം ഗൗരവതരമായ വിഷയമാണ്. സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഈ ഗൗരവതരമായ വിഷയത്തെ കാണുന്നില്ല. കോൺഗ്രസും CPM ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇപ്പോഴും ഇവർക്ക് ബോധ്യമില്ല. വയനാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങോട്ട് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്? ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസ് അയച്ചുകൊണ്ട് ഇവരെല്ലാവരും കുടിയിറക്കി കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസും CPM ആണ്, പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ്. അവരാണ് ഒരുമിച്ച് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത്. അവരാണ് നിലവിലുള്ള വഖഫ് നിയമം ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് CPM കോൺഗ്രസുമാണ്. അതുകൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ആശങ്കയ്ക്കുള്ള മറുപടി പറയാൻ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും തയ്യാറാകണമെന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. വഖഫിൻ്റെതായിട്ട് നികുതി അടക്കുന്നതായിട്ട് പറയുന്നത് 4 സെന്റ്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ താമസക്കാരാണ് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു തുണ്ട് ഭൂമിക്കും നികുതി അടച്ചിട്ടില്ല. പള്ളിന്റെ കാര്യത്തിൽ 4 സെന്റ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നികുതി അടക്കുന്നത് ഇവർക്ക് പുറമേണ് നമുക്ക് എന്താക്കില്ല. ഈ നോട്ടീസും കാര്യങ്ങളും നികുതി അടക്കുന്ന ചുമയരുത്. വഖഫിൻ്റെതാണെങ്കിലും നമുക്ക് വന്നേ ചെയ്യേണ്ടതാണ്. നമ്മുടെ കൈവശമുള്ള ഭൂമിക്ക് മറ്റൊരാൾക്ക് നികുതി അടക്കാൻ പറ്റില്ല. നികുതി കമ്മിറ്റി ഇപ്പം മുനമ്പത്തൊക്കെ ആ ഭൂമിക്ക് വഖഫ് ബോർഡ് നികുതി മേടിക്കുന്നത്, അവരോട് നികുതി മേടിക്കുന്നത്. നികുതി അടക്കാൻ പോയ സമയത്താണ് അവർക്ക് കാര്യം മനസ്സിലായത്. കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഗവൺമെന്റ് അതിന് നികുതി അടക്കാൻ വേണ്ടി അല്ല നമ്മുടെ അടുത്ത് നിന്നാണ് അവർ ഭൂമി മേടിച്ചാൽ. നമ്മളെ അച്ഛൻ്റെ ഭൂമിയായിരുന്നു. അച്ഛന് വേറെ കോമേഴ്സ് മേടിക്കുന്നത്. കോമേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ ഇവർ കൊടുക്കുന്നത്. ഇവരുടെ അടുത്താണ് ഇവർ മേടിക്കുന്നത്. നാടൻ്റെ കൈമാറി ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടീഷൻ ചെയ്തപ്പോൾ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇവർ 6 മക്കളും അത് പാർട്ടീഷൻ നടത്തി. അപ്പോൾ പോലും ഇങ്ങനൊരു ഇത് വന്നിട്ടില്ല. പിന്നെ ഏട്ടനെ ഇത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു നോട്ടീസ് വന്നത്. അതായത് ഒരു പള്ളി കമ്മിറ്റിക്കാരോട് ഒരു കാരണവർ പറഞ്ഞു ഇത് വഖഫിന്റെ ആളുകൾ. ഉടനെ പള്ളി കമ്മിറ്റി ഒരു പരാതി കൊടുത്ത ഒരു പേരതിലുണ്ട്. അവർ വഖഫ് ബോർഡിന് പരാതി കൊടുത്തു, നോട്ടീസ് അയച്ചു. ഒരു 50-60 കൊല്ലമായിട്ട് അതാണല്ലോ പുതിയ ഇപ്പൊ നിലവിലുള്ള നിയമം അങ്ങനെയാണ്. അതെ, നിലവിലുള്ള നിയമത്തിൽ വഖഫ് ബോർഡ് ഒരു സ്വത്തിന് അവകാശവാദമുണ്ട്. എപ്പോഴാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്? 16-ാം തീയതി. രണ്ടാമത്തെ പേജിൽ പേരുകളുള്ളത്. 5 കുടുംബങ്ങളുടെ പേര്. ഇവിടെ ആരൊക്കെയാ താമസം? കുറേ ആയോ ഇവിടെ? 25 വർഷം. 2000-ലേക്ക് കയ്യേറിയാണ്
അതിപ്പോൾ ഈ നിയമം ഭേദഗതി ചെയ്യണം, അതിൻ്റെ മുമ്പിൽ നോട്ടീസ് വെച്ച് മാക്സിമം കുറയ്ക്കണം. അതാണ് ഏതായാലും ഉറപ്പായോ. അപ്പോൾ അതിന് മുൻപ് കുടിക്കാനാണല്ലോ വേണ്ടത്. അമെൻമെന്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പരമാവധി അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റിന് നമ്മൾ ഹാജരാവേണ്ടതുണ്ട്. ഹാജരാവണ്ട, കാരണം സർവകക്ഷി സമ്മേളനം കഴിയും. 28-ാം തീയതി സർവകക്ഷി സമ്മേളനം. സർക്കാരുകൾ ഹാജരാകുന്നു വേണ്ടല്ലേ? അത് നമുക്ക് നമ്മൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ഈ രേഖകളുടെ ഭാഗത്തുനിന്ന് അയച്ചു കൊടുക്കൊന്നും വേണ്ട. ആർക്ക് അയച്ചു കൊടുക്കാൻ? അല്ല, ഇവരെ ഈ നിങ്ങൾ വക്കീലിനെ കാണും. ആ, വക്കീലിനെ കണ്ടിട്ട് വക്കീലിനൊരു ലെറ്റർ ആയിരിക്കും, അത് ഹാജരാകാൻ പറ്റില്ല. അന്ന് ഒരു പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് അത് ഹാജരാകാൻ പാടില്ല. വക്കീലിനോട് നോട്ടീസ് ഇതൊക്കെ ഹാജരാക്കാം. ഇതിന് മുൻപത്തെ ഇതൊക്കെ നമ്മൾ ആ ഭൂമി കുടുംബങ്ങളുടെ ഭൂമിയും എല്ലാ കാര്യങ്ങളും ദില്ലി ബിസിനസ്സിന് ഇതൊരു വീട് പിന്നെ നമ്മുടെ 16-ാം തീയതി അല്ലേ? സർവകക്ഷി 28 അതിൽ ഞാനുണ്ട്, നാരായണൻ, മൊയ്തു. ബാക്കിയുള്ള ഏട്ടന്മാർ ദൂരെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാതില്ല. ഇതൊരു വീട് പിന്നെ വഖഫ് ബോർഡിന് ഒപ്പം നിന്ന് CPM കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. വില കൊടുത്ത് വാങ്ങിയ സ്വന്തം ഭൂമിയിൽ നികുതി അടച്ച് നിയമപരമായി ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണിപ്പോൾ. അവർ എങ്ങോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാത്ത ഒരു പഞ്ചായത്ത് പോലും വയനാട്ടിൽ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുമ്പെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത കൂട്ടപലായനത്തിന് വയനാട് ജില്ല ഇങ്ങനെയാണെങ്കിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. വഖഫിൻ്റെ അവകാശവാദം അംഗീകരിച്ചാൽ ഒരു സ്വകാര്യ ഭൂമി പോലും വയനാട് ജില്ലയിൽ ഉണ്ടാകില്ല. വയനാട് ജില്ലയിലെയും തിരുവമ്പാടിയിലെയും ലക്ഷക്കണക്കിന് ആളുകളാണ് വഖഫ് ഭീഷണി നേരിടുന്നത്. ഇവരെ കുടിയൊഴിപ്പിച്ചാൽ ഇവരെങ്ങോട്ട് പോകണമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും മറുപടി പറയണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേടുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അത് മുനമ്പത്തായാലും പാലക്കാടായാലും വയനാടായാലും ഒരേ നിലപാടാണ് BJPക്ക്. തെരഞ്ഞെടുപ്പിന് ശേഷമാകും മുനമ്പ് മോഡൽ സമരമുഖം വയനാട്ടിൽ തുറക്കുകയെന്നും MT രമേശ് അറിയിച്ചു.